അപ്പോൾ നമ്മൾ ഗിൽഡ് വാർ പാർട്ട് 2 ആയിട്ട് വന്നിട്ടുള്ളതാണ്. എന്തായാലും ശിവനാണ് ദാവൂദാണ് ഭയങ്കര ഇമോട്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് കുഴപ്പമില്ല. നമ്മളതാണ് ഒരുത്തന്നെ എത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ 3v4 ആണ്. നമ്മൾ തോറ്റാലും കുഴപ്പമില്ല. 3v4 ആണല്ലോ. 3v4 ആണ് ഓൽക്കറിയാമല്ലോ. ഓല് പറഞ്ഞാൽ മനസ്സിലാവണതാണ്. പിന്നെ ആ കാൽഫയർ വെയിറ്റേഴ്സിനായിട്ട് കളിച്ചോല്ലോ മാതിരിയൊന്നുമല്ല. ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. മറ്റോൽക്കാണെങ്കിൽ പറഞ്ഞാലും മനസ്സിലാവില്ല. ഒരു അന്തംഗമ്മയുടെ മാതിരി തന്നെ പോകും മറ്റോല്. ഇവലേസ് അത്യാവശ്യം നല്ല പ്ലേയേഴ്സ് തന്നെയാണ്, കുഴപ്പമില്ല. അതായത് 3-2 സ്കോർ ആയിട്ടുണ്ട്. ഞാൻ തന്നെ ഇപ്പോൾ ടോപ്പ് ഗില്ലിൽ മാസ്റ്ററാണെങ്കിൽ ബാക്ക് അടിച്ച് പോയിട്ടുണ്ട്. എന്താ ചെയ്യാൻ ആകെ ഒരു പിടുത്തുമില്ല. അപ്പോൾ നമ്മുടെ ആസ്ട്രേലിയ അങ്ങ് പാടായിട്ടുണ്ട്. ബൊമ്മാരാണെങ്കിൽ ഫ്ലാഗ് കുത്തി നല്ല രീതിയിൽ ഇമോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് തിരിച്ചു പിടിക്കണം. എന്തായാലും നമ്മൾ പിന്നെ ഒന്ന് വന്നിട്ടുള്ളത് ഈ റൗണ്ട് എടുക്കാൻ വിചാരിച്ചു. M8 തന്നെയാണ്. M8 തന്നെ ഈ റൗണ്ട് എടുക്കാൻ വിചാരിച്ചു. നമ്മുടെ M8 തന്നെ. അപ്പോൾ നമ്മുടെ M8 തന്നെ എന്തായാലും എടുത്തിട്ടുണ്ട്. നമുക്ക് ഡബിൾ M8 എടുത്തിട്ടുണ്ട്. നമുക്ക് M8 കൊണ്ട് കാണിച്ചു കൊടുക്കാം. ഒരു പൊട്ടാസ് ഇടുന്നുണ്ട് കൂടെ. നമ്മുടെ ടൈറ്റനാരും ഉണ്ടല്ലോ, അതായത് നമ്മളൊരു പൊട്ടാസ് കൊടുത്തിട്ടുണ്ട് കൂടെ. ആണ് വയസ്സ് വെറുതെ ഇമോട്ടൊക്കെ ഇട്ട് ഇതാക്കുന്നുണ്ട്, പട്ടിച്ചാണ്. അപ്പോൾ നമ്മൾ ഈ കളിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ M8 ഡബിൾ പൊട്ടാസ് തന്നെ എടുത്തിട്ടുണ്ട്. M8 വേണ്ട വിചാരിച്ച് ഡബിൾ പൊട്ടാസ് തന്നെ എടുക്കാം. വീഡിയോ കാണാൻ എല്ലാവരും ലൈക്കും ഷെയർ സബ് ചെയ്യുക. അല്ലെങ്കിൽ ലൈക്കും ഷെയർ സബ് ചെയ്യാൻ മറക്കരുത്. എന്തായാലും നമ്മൾ പൊട്ടാസ് എടുത്ത് പോകുന്നുണ്ട്. ഇവിടെയാണ് ഒരുത്ത മേലേക്ക് കൊണ്ട് കാണുന്നുണ്ട്. പൊട്ടാസ് കൊണ്ടൊന്നും ഭയ പോലെ കളിക്കാനില്ല. ഇന്ന് രാത്രി എന്തായാലും ഒരു വാറുണ്ട് പോകാൻ പറയുന്നുണ്ട്. കുഴപ്പമില്ല, നമുക്ക് ഈ കളി എങ്ങനെ എടുക്കണം. അപ്പോൾ ഒരുത്തനെ അടി കണ്ടി നമ്മൾ മെല്ലെ അടി കണ്ട് ചാടിയപ്പോൾ രണ്ടും കൂടി നമ്മളായിട്ട് പടാക്കിയിട്ടുണ്ട്. എന്തായാലും സുഖന്മാരാണ് ഇമോട്ട് ഇടുന്നുണ്ട്. വലിയ ഷോ ഇറക്കി ഇമോട്ട് ഇടുന്നുണ്ട്. നമുക്ക് കഴിയാറില്ല. നമുക്ക് കഴിയണ രീതി റിവെഞ്ച് എടുക്കാൻ നോക്കാം. എന്തായാലും നമ്മൾ വീഡിയോ ആണല്ലോ ലൈക്ക് ഷെയർ സബ് ചെയ്യുക, അത്രേ പറയാനുള്ളൂ. നമ്മളെ ടൈറ്റനാൽ ലോനാണ് ഒരു നോക്ക് ഇട്ടിട്ടുണ്ട്. എടുക്കുമെന്നറിയില്ല. ഇമോട്ടൊക്കെ ഇട്ടുകണെന്ന് പറഞ്ഞേ. കുഴപ്പമില്ല. ഓരോ ഫ്ലാഗ് കണ്ടിട്ട് കാണുന്നു. ഞാൻ പറഞ്ഞ ടൈറ്റനാലും എടുക്കുകയാണ്. 5 റെഡിമേഡ് പറഞ്ഞേ. പൊതുവെ ബാക്കിൽ നിന്ന് റെഡി ഇട്ട് ടൈറ്റനാലും അത്തിട്ടുണ്ട്. നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് മെല്ലെ അങ്ങ് മൂഞ്ചിന്ന് സാധ്യത ഉണ്ട്. നമ്മൾ കളി എങ്ങനെ എടുക്കും ആ കാര്യത്തിൽ 100% ഉറപ്പാണ്. നമ്മൾ ഡബിൾ M8 വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി പോയി. എല്ലാവരും ക്ഷമിക്കുക. നമ്മൾ വീഡിയോ ഇടുന്നതാണ്. എന്തായാലും നമ്മൾ വീണ്ടും പൊട്ടാസിൻ്റെ എടുത്തിട്ടുണ്ട്. ഡബിൾ പൊട്ടാസിൻ്റെ എടുത്തിട്ടുണ്ട്. നിൽക്കുകയാണെങ്കിൽ ഇവൻ ബാക്ക് അടിച്ചോടെ ഒക്കെ പോയി. തെണ്ടിത്തര ഇവൻ കാണിച്ചു ഞങ്ങളോടുള്ള വലിയ ചതിവാൻ എന്തോ പണി ഉണ്ട് എന്ന് പറഞ്ഞു. എന്തായാലും കുഴപ്പമില്ല. ഇവൻ ബാക്ക് അടിച്ച് പോയതോടെ ഞങ്ങൾ മൂഞ്ചിയിട്ടുണ്ടായിരുന്നു. ഇവൻ എത്ര അത്യാവശ്യം കില്ല് കൊടുക്കുന്നത് വേറെ. ഇനി എന്തായാലും നമുക്ക് എല്ലാം റഷ് ചെയ്ത് പോവാം. ഡെസേർട്ട് ഉണ്ട്. നമുക്കിനി 1 ടാപ്പ് ട്രൈ നോക്കാം. 1 ടാപ്പ് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ നിന്നൊക്കെ മൂഞ്ചായിരിക്കും. ഞാനിനി ഞാൻ ശരിക്കത്തെ കളി ചെയ്യാൻ നോക്കട്ടെ. പഴയ പോലെ 1 ടാപ്പ് ഒന്നും കയറുന്നില്ല. അതുകൊണ്ട് 1 ടാപ്പ് കയറുമെന്ന് നോക്കാം. ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ നെക്സോണാണ് ഇവിടെ നിൽക്കേണ്ടത്. നെക്സോണൊക്കെ ഉണ്ട്. മിക്കവാറും ഇപ്പം തന്നെ ഐഡി അതുകൊണ്ട് നമ്മളങ്ങനെ ഒന്നും തളരത്തില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കണ്ടേ നമ്മൾ. ഒരു നോക്കാണ്ട് തലക്കാട് കൊണ്ടിട്ടുണ്ടായിരുന്നു. ഇനി ഒരുത്തനെ കൂടി ഉണ്ട്. ഓനെ വല്ലാണ്ട് അടിക്കണം. അപ്പോൾ ഞാൻ ഓനൊരു 1 ടാപ്പ് അടിച്ചിട്ടാണ് നമ്മൾ ഈ റൗണ്ടാണ് എടുത്തിട്ടുണ്ട്. 4-4 സ്കോർ 3v4 നമ്മൾ എടുത്തിട്ടുണ്ട്. ഒന്നുമില്ല. നമ്മൾ ഇമോട്ടിന് തിരിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വാങ്ങിയത് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമ്മൾ പൊട്ടാസിനെ 0 പൊട്ടാസിനെ എല്ലാവരും നോക്കണ്ട. പൊട്ടാസ് ഈസ് മൈ പൊട്ടാസ്. നമ്മൾ പൊട്ടാസിനെയാണ് ഈ റൗണ്ട് എടുത്തില്ലേ. അതിലൊക്കെ എല്ലാവരും ഉണ്ട്. 3-4 ആൾ കളിക്കുന്നുണ്ട്. നമ്മളിതാണെങ്കിൽ ഒരുത്തം ബാക്ക് ചെയ്യണ്ടേ. ഇപ്പോഴേക്കും നമ്മൾ ഈ റൗണ്ട് ഈ പൊട്ടാസ് കൊണ്ട് ഇനി എന്താ കഴിയാന്ന് നോക്കട്ടെ. നേരത്തെ പോലെ തന്നെ ഡബിളൊക്കെ കൊടുക്കാൻ കഴിയുന്നത് നല്ല ഇതായി. ഇനി ഇവിടെ കുഴപ്പമില്ല. നമ്മളെ ആസ്ട്രലിനും കിളി പോയി. ആസ്ട്രലിനും കൂടി കിളി പോയാൽ ഞങ്ങളെ കാര്യം തീർന്നേ. ഞാനും ടൈറ്റനാലും കൂടി 2v4 ഗിൽഡ് വാർ കളിക്കേണ്ടി വരും. ആകെ മൂഞ്ചും എന്തായാലും കുഴപ്പമില്ല. നമുക്ക് ഗിൽഡ് വാറൊക്കെ ഒരു വിഷയമല്ലേ. ഗിൽഡ് വാറൊക്കെ നമുക്ക് എങ്ങനെ എടുക്കാം. അത്രയായിട്ട് ഒരു ഗിൽഡ് വാർ നമ്മൾ തോറ്റിട്ടില്ല. 4v4 ഞങ്ങൾ തോറ്റിട്ടില്ല. തോറ്റാൽ അറിയില്ല. ഇവരാണ് നമ്മളെ ചങ്ങായിമാർ തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊന്നും ഉണ്ടാവില്ല. കൂടുതലായിട്ടൊന്നും ഉണ്ടാവില്ലൊന്നുമില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെറുതെ വാറ കളിക്കും, അത്രയൊക്കെ തന്നെ ഉള്ളൂ. അല്ല വാശിക്ക് കളിക്കണ വാറൊന്നുമല്ല. ബട്ട് ഗൈസ് അന്ന് ആ ഫയർ ഫൈറ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഓലൊറ്റക്ക് കളിച്ചു ഭയങ്കര വാശിക്കേനി. ഗൈസ് അപ്പോത്തിന് ഇന്നെ ഇമോട്ട് അടിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ട് ഇന്നെ നോക്കായി ഉണ്ടായിരുന്നു. പിന്നെ ആരെയും വന്ന് ഇമോട്ട് ഡേയ്സ് തീർന്ന് കഥ കയപ്പണ്ട് തീർന്നു. നമ്മളെ ആസ്ട്രേലിയനും ടൈറ്റനാലും മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇവിടെ എടുത്ത് ഇന്നെ ഇമോട്ട് അടിക്കാൻ അപ്പോൾ ടൈറ്റനാലും എൻ്റെ തലണ്ട് പൊട്ടിച്ചെടുത്ത്. അത്രേ ഉള്ളൂ. ടൈറ്റനാലും സീൻ കളി. അപ്പോൾ ഞാൻ പറയും ഇന്നെ ഇമോട്ട് അടിക്കുന്ന കയറുമ്പോഴത്തേനും അടിച്ചല്ലേ.
ഉണ്ടെങ്കിൽ ചെക്കന്മാരായിട്ട് കയറുന്നുണ്ട്. എന്നിട്ട് ഓനക്ക് കയറിൻ്റെ ഇമോട്ടായിട്ട് കൊടുക്കുന്നുണ്ട്. ആസ്ട്രൽ ഓനക്ക് ഇമോട്ട് റൈസ് ഓൻ ചെക്കന്മാരെ ഇമോട്ട് ഇടുന്ന പറഞ്ഞിട്ട് ആസ്ട്രൽ ഇമോട്ടാണ്. നമ്മൾ ഇപ്പം ടൈറ്റൻ ഷാല് വീണിട്ടുണ്ട് ഗൈസ്. നമ്മളെ നെക്സോൺ ഉണ്ട്. ഇവനെ ഇമോട്ട് ഉണ്ട് ഗൈസ്. ആസ്ട്രലിനെ ആ കളി കയറിക്കണേ എന്താ അല്ല ബൈക്കൊക്കെ പോയി റേസ് സ്റ്റാർ മൂടാണ്. എന്താ അറിയില്ല ഗൈസ്. എടുക്കുമെന്ന് നോക്കാം ഗൈസ്. അത്രേ ഉള്ളൂ മുത്ത്. നമ്മൾ സീനായി. നമ്മളെ ആസ്ട്രൽ പണ്ടേ പോലെയാണ് സീനായി. ചെക്കൻ സീൻ കളി മോൻ കളിക്കണണ്ട ഏതാ സീനാണ്. എന്തായാലും ഗൈസ് നമ്മൾ ഈ കളി ഇനി എന്തെടുക്കുമെന്ന് ആലോചിച്ച് നിൽക്കണ്ട. വീണ്ടും പൊട്ടാസ് മാത്രം. പൊട്ടാസ് കൊണ്ട് നമ്മൾ പൊട്ടാസ് കളി കാണിച്ചിടാം. പൊട്ടാസ് കൊണ്ട് നമ്മൾ പൊട്ടാസ് കളി തന്നെ കാണിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും. നമ്മൾ പാർട്ട് 1, 2, 3 ആക്കി